ഇന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നത്. അല്ല, ഒട്ടും പ്രത്യേകതയൊന്നുമില്ലാത്ത സാധാ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ 10,000 കൊടുത്തോ, അച്ഛൻ്റെ 10,000 മുക്കിയോ, അതിങ്ങി കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതെൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇതിനുള്ള ഒരു മറുപടി നമുക്ക് ആര് തരും? അച്ഛൻ തരും. അപ്പം അച്ഛനോട് ചോദിക്കാം. അപ്പം അച്ഛ പറയൂ, ആ 10,000 അച്ഛന് ചിക്കു തന്നോ? ഇതിപ്പോ മഞ്ചേരി മുനിസിപ്പൽ കോർട്ടാണോ? ആ, അങ്ങനെയും പറയാ. പറ. ഇപ്പൊ ചോദ്യം ചെയ്യാനുള്ള പിന്നെ ആ അതെ, ചോദ്യങ്ങൾ ചോദിച്ചോ, പറയാം. അപ്പൊ ചോദ്യം നമ്പർ 1. ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം കേട്ടോ. അപ്പൊ ചോദ്യം നമ്പർ 1, 10,000 ചിക്കു അച്ഛന് തിരികെ തന്നോ? 10,000 പണത്തിന്റെ മുകളില് അച്ഛനും മോളും ഒന്നുമില്ല. അതാര് കടം വാങ്ങിയാലും കുത്തിന് പിടിച്ച് ചെയ്യാൻ പാടും. അപ്പൊ എല്ലാവർക്കും അതിനുള്ള മറുപടി ആയല്ലോ. അമ്മ കടം വാങ്ങലുണ്ട്. അമ്മേന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ടാണ് ഞാൻ പൈസ വാങ്ങല്. അമ്മേ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പൊങ്കാല കിട്ടുട്ടോ. പൊങ്കാല ഇട്ടിക്കോട്ടെ, പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കൂലെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ 10,000 അച്ഛന് കിട്ടി അല്ലേ? 10,000 പലിശ കിട്ടിയിട്ടില്ല. അതെപ്പോഴാ തീരാണോ പലിശ? സഹൃദയരെ സുഹൃത്തുക്കളെ, നിങ്ങൾ അച്ഛന്റെ ഈ വാക്ക് വിശ്വസിക്കരുത്. പണത്തിന്റെ മുകളില് ബന്ധങ്ങളൊന്നുമില്ല. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പലിശക്കാണ് വാങ്ങിയതെങ്കിൽ പലിശ തരണം. അപ്പൊ സഹൃദയരെ സുഹൃത്തുക്കളെ, ഈ അച്ഛന് ഞാൻ 10,000 വാങ്ങിയിട്ട് 11,500 ഞാൻ തിരിച്ചു കൊടുത്തത്. 1,500 രൂപ കൊള്ള പലിശ ഈ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. വേണ്ട, 1 കിലോ പോത്തിറച്ചി വേണമെന്ന് പറഞ്ഞു, ഞാൻ വാങ്ങി തരാലോ. അതോ ഒന്ന് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞ ഞാൻ വാങ്ങി തരാലോ. എന്നേക്ക് ബ്രോസ്റ്റ് വേണമായിരുന്നു. പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിത്തരാം. എപ്പോ? അച്ഛനിപ്പൊ തവളേന്റെ സമയമുണ്ടല്ലോ, തരാം. ആ സമയത്തില് ഞാൻ വാങ്ങിത്തരാം. ഇന്നിപ്പൊ എനിക്ക് പുറത്തു പോകാൻ വയ്യ. ഈ തൽക്കാലം എനിക്ക് വാങ്ങാം. പൈസയല്ലേ അത്, ഞാൻ പിന്നെ തരണ്ടേ? തറാം 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 തവളേന്റെ മാതിരി. ഈ കഥയൊക്കെ എനിക്ക് സത്യത്തിൽ കിട്ടിയത് അച്ഛൻ്റെ അടുത്തുനിന്ന് കേട്ടോ. അമ്മമ്മ എന്തോ ചോദിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. ഇനി 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 അടുത്ത ചോദ്യം ചോദിക്കട്ടെ അച്ഛാ? അതെ, അച്ഛൻ്റെ ഇളയ മകൻ അല്ല, നടു കഷ്ണം അല്ല, ഏറ്റവും വാൽ കഷ്ണം അജുവിനെ പറ്റി എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? വളരെ ഡീസന്റ് ആണ് ഉറങ്ങുമ്പോ. അവരത്രേ ഉള്ളൂ, ഉറങ്ങുമ്പം വളരെ ഡീസന്റ് ആണ്. ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ? കേൾക്കല്ലോ. ഇനി അച്ഛൻ്റെ ഏറ്റവും മൂത്ത മോൾ ദേവിശ്രീയെ പറ്റി എന്താണ് അഭിപ്രായം? കാര്യത്തിലൊക്കെ കണക്കാം. ഇനി ഏറ്റവും നടുക്കത്തെ എന്നെ പറ്റി എന്താണ് അഭിപ്രായം? നമ്പർ 1 എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇവിടെ അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. അതെ. അപ്പൊ എങ്ങനെ നമ്പർ 1 എന്നൊക്കെ പറയണമെങ്കിൽ അതിനുള്ളതായിട്ടുള്ളത് വേണേ. അച്ഛൻ അനുഭവിക്കണം. ഈ പണ്ട് മുൻജന്മങ്ങളിൽ ചെയ്ത തെറ്റിനുള്ള ഒരു മറുപടിയാണ്. അത് പറഞ്ഞപ്പോഴാണ് മുൻജന്മവും പിൻജന്മത്തിനും ഒരു വിശ്വാസമില്ല. പിന്നെ അച്ഛൻ എന്തിൽ വിശ്വാസമുണ്ട്? വിശ്വാസം ഭക്ഷണം കഴിക്കുന്നതിൽ വിശ്വാസമാണ്, ചായ കുടിക്കുന്നതിൽ വിശ്വാസമാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. മനുഷ്യനെ ജീവിക്കുന്ന തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. അതെ. ഇനി ഇത് ഞങ്ങളുടെ അമ്മ. അമ്മയ്ക്ക് ഞങ്ങളെ ഇളയ കഷ്ണം, ഏറ്റവും ചെറിയ കഷ്ണം. രണ്ടാമത്തെ മോളെ സ്വഭാവം ഇവനെ നോക്കിയാൽ മനസ്സിലാവും. തലതെറിച്ച വിത്ത അല്ലേ ചന്തു? അല്ലട്ടോ, എന്റെ ചന്തു വെരി വെരി ഗുഡാണ്. വെരി ഗുഡ്. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ. ചിരിക്കാൻ പോവേ. പല്ലില്ലെങ്കിൽ എന്താ, അമ്മമ്മ ചിരിച്ചാ സുന്ദരിയാണ്. അമ്മമ്മയ്ക്ക് ചിരിക്കാം. അമ്മ ഭയങ്കര വിഷമത്തിലാണ്. അമ്മേന്റെ കത്തി മുറിഞ്ഞുപോയി. അല്ല, മുറിഞ്ഞുപോയി. കത്തി മാത്രല്ല, കോടാലികളും മുറിയാറുണ്ട് ചിലപ്പോ.
അതെന്താ അച്ഛൻ എന്തോ കുത്തി പറഞ്ഞ പോലെ തോന്നിയല്ലോ. അമ്മേന്റെ കയ്യിലിരിപ്പ്. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യത്തിന് ആ മുറിഞ്ഞ സമയത്ത് സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ പറ്റാറ്, ഭാഗ്യത്തിന് അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങാനും അത് പറ്റിയിരുന്നെങ്കിൽ ഇന്നിവിടെ ചോരപ്പുഴ ഒഴുകിയേനെ. ഇതിപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്നാണ് പറ്റിയതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയ്യോ കഷ്ടമായി എന്നേ പറഞ്ഞുള്ളൂ. ഏത് കത്തിയാണ്? ഗൾഫാ? അല്ല, ഭയങ്കര മൂർച്ചയുള്ള നമ്മുടെ വീട്ടിലത്തെ കത്തി. മഞ്ഞ. ഒരു കത്തി വാങ്ങിക്കൊടുക്ക് അമ്മയ്ക്ക്. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. ജില്ല കത്തി. അതെന്ത് കുത്തി പറഞ്ഞ പോലെ തോന്നിയല്ലോ. കത്തികളെ പിന്നെ കത്തി എന്നല്ലാണ്ട് വെട്ട് കത്തി എന്നൊക്കെ പറയണം. അപ്പൊ അച്ഛൻ എന്ത് പറയണം? ചെറിയ പേനക്കത്തി, സർജറി ബ്ലേഡ്. അച്ഛനിവിടെ വേറൊരു വട്ടപ്പേരൊക്കെ ഉണ്ട്, കോഴിപ്പേൻ. അങ്ങനെയുണ്ടോ? അതിപ്പോ പക്ഷെ അത് ചേര നടക്കണം. ആ പേര് കറക്റ്റായിട്ട് ചേര നടക്കുക എൻ്റെ ചക്കരമാണ്. അപ്പൊ ഇന്ന് ഇത്ര വീഡിയോ മതി. എന്നാ എല്ലാരോടും ഒന്ന് ഒരു ബൈ പറയാം. അച്ഛനൊരു ബൈ പറയൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ എന്നാ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റ. ഒരു ടാറ്റ പറച്ചാ. ഒരു ഗുഡ് നൈറ്റ് പറയൂ, ടാറ്റ ഒരു ടാറ്റ പറയൂ അമ്മ. ഒരു ടാറ്റ പറയൂ.